അവളെ ഞാൻ ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല. ഒരു ദിവസം ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും നമ്മുടെ വീട്ടിലേക്ക്. എപ്പോ? ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന ഏട്ടന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടോ? രോഹിണി ചേച്ചി എന്നെ നേരിട്ട് വന്ന് കണ്ടിരുന്നു. അതറിഞ്ഞതിന് ശേഷമാ നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത്. എന്നിട്ടും ആ കാര്യത്തില് ഏട്ടൻ മൗനം പാലിച്ചു. ഏട്ടനൊരു മനുഷ്യനല്ലെന്നാ ഇപ്പൊ എന്റെ തോന്നല്. എടി മോളെ, ഒന്നും മനഃപൂർവ്വമല്ല. ഞാനിപ്പോ അനുഭവിക്കുന്ന ഒന്നും നിനക്ക് അറിയാത്തത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അറിയുമെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല. രോഹിണിക്ക് എന്നെ അറിയാം. അവൾ എന്നെ വെറുക്കില്ല, അത് ഉറപ്പാ. അതെ അതെ, ഏട്ടനെ നന്നായി അറിയാവുന്നത് കൊണ്ടാവും ഏട്ടൻ ഒരിക്കലും ഒരു ശല്യം ആവണ്ടെന്ന് വിചാരിച്ച് സ്വയം മരിക്കാൻ തീരുമാനിച്ചത്.